ഗ്ലോബൽ ലോജിസ്റ്റിക്സ് സർവീസിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി വെർട്ടിക്കലാണ് ഷിപ്പിംഗ്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. ഷിപ്പിംഗ്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ലോകത്ത് എവിടെ നിന്നും ഒരു കാർഗോ പിക്ക് ചെയ്യുക, അത് സീ റൂട്ട് വഴിയും ലാൻഡ് റൂട്ട് വഴിയും ബയറുടെ ഡോറിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ലോജിസ്റ്റിക്സിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാനുണ്ട്. ലോജിസ്റ്റിക്സ് ആണ്, 3PL ലോജിസ്റ്റിക്സ് ആണ് എസ്പെഷ്യലി ബേസിക്കായിട്ട് ഈ കാർഗോ ഒരു പോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അത് എൻഡ് യൂസറുടെ അടുത്ത് എത്തിക്കുന്നത്. എന്താണ് ലോജിസ്റ്റിക്സ് ചെയ്യുന്നത്? ലോജിസ്റ്റിക്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് വെയർഹൗസിങ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഇന്ത്യ വി ഹാവ് ഓപ്പൺഡ് അപ്പ് അവർ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് മാർക്കറ്റ്. ദർ ആർ സോ മെനി ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് FDIs കമ്മിങ് ഇൻ ടു ഇന്ത്യ. ഇവർ വരുമ്പോൾ ഇവരുടെ ഫാക്ടറിയിലേക്ക് ആവശ്യമുള്ള ഒരുപാട് കാർഗോ ഇന്ത്യൻ പോർട്ടുകളിൽ വന്ന് അവരുടെ വർക്ക് സൈറ്റിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഫംഗ്ഷനാണ് ലോജിസ്റ്റിക്സ് ചെയ്യുന്നത്. ഈ വരുന്ന കാർഗോ എന്ന് പറയുന്നത് 10-15 കണ്ടെയ്നേഴ്സ് ഓളം വരാവുന്നതാണ്. അപ്പോൾ അത്രയും കാർഗോ ഒരു സമയത്ത് വന്നാൽ അവർക്കത് പോർട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിറ്റൻഷൻ ആൻഡ് ഡെമറേജ് എന്ന് പറഞ്ഞൊരു കോസ്റ്റ് ഫാക്ടർ വരും. ഇമ്പോർട്ടറുടെ വെയർ ഹൗസിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അവർക്കവിടെ വെക്കാനുള്ള പരിമിതികളുണ്ടാവും. അതുകൊണ്ട് വാട്ട് ദേ ഡു ഈസ് ദാറ്റ് ഈ കാർഗോ മുഴുക്കെ ലോജിസ്റ്റിക്സ് ഏജൻറ്റ് ആരാണോ ആ ഇമ്പോർട്ടറുടെ അവരുടെ വെയർ ഹൗസിൽ കൊണ്ടുവന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ വെയർ ഹൗസിൽ അത് സോർട്ട് ഔട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഈ എൻഡ് യൂസർക്ക്, അതായത് ഇമ്പോർട്ടർക്ക് എപ്പോഴാണോ എന്ത് ക്വാണ്ടിറ്റി എന്ത് ക്വാളിറ്റി മെറ്റീരിയലാണോ ആവശ്യം അത് ഓർഡർ അനുസരിച്ച് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ് 3PL സർവീസ് ചെയ്യുന്നത്. ഇതെല്ലാം സംഭവിക്കുന്നത് ആ 3PL ലോജിസ്റ്റിക്സ് സർവീസിലുള്ള വെയർ ഹൗസിൽ നിന്നാണ്. ഫോർ എക്സാമ്പിൾ സേ ടൊയോട്ട ഫെസിലിറ്റി ഇൻ ബാംഗ്ലൂർ, അവരുടെ കാർ അസംബ്ലി സെഷൻ എന്ന് പറഞ്ഞാൽ 3 ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. 8 hours 3 ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഓരോ ഷിഫ്റ്റിൻ്റെയും 7th hour, ഒരു ഷിഫ്റ്റ് കഴിഞ്ഞ് 7th hourൽ അവർ ഒരു ട്രക്ക് ലോഡ്, മൾട്ടി ആക്സിൽ ക്ലോസ്ഡ് ട്രക്ക് ലോഡ് അവിടെ വന്നിട്ട് അതിനകത്തുള്ള കാർഗോ മുഴുക്കെ ഡയറക്റ്റ് അവരുടെ കൺവെയർ ബെൽറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വിച്ച് ഗോസ് ടു ദ പ്രൊഡക്ഷൻ ലൈൻ. അവർക്ക് സ്റ്റോറിങ് വേണ്ട കാര്യങ്ങൾ കുറച്ച് കാർഗോ ഉണ്ട്, അത് വേറെ പോകുന്നു. ബാക്കിയുള്ളത് ഡയറക്റ്റ് അവരുടെ അസംബ്ലി ലൈനിലേക്ക് ഡയറക്റ്റ് പോവുകയാണ് ഫ്രം ദ വെയർ ഹൗസ്. അവിടെ അത്രയും ഹാൻഡ്ലിങ് കുറച്ച് അത്രയും പെർഫെക്ഷനായിട്ടോടു കൂടിയാണ് അവരത് ചെയ്യുന്നത്. ഇതാണ് വെയർ ഹൗസിൽ നടക്കുന്ന ആക്ടിവിറ്റി. അപ്പോൾ വെയർ ഹൗസിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഷിപ്പിംഗ്, ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിലെ ഒരു വലിയ ഘടകമാണ്. അത് വളരെയധികം ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരികയാണ്. ഫോർ എക്സാമ്പിൾ, കേരളത്തിൽ കളമശ്ശേരിയിൽ അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഒരു 60 acres ഏരിയയിൽ ഒരു ലോജിസ്റ്റിക്സ് പാർക്ക് തുടങ്ങുന്നുണ്ട്. ഇറ്റ് ഈസ് എ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് 600 crores ഫോർ ദം. ആൻഡ് അത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഒരു 1500 പേർക്കെങ്കിലും ജോലി കിട്ടാവുന്നൊരു ഫെസിലിറ്റിയാണ്. അദാനി ഗ്രൂപ്പിന് ഇപ്പോൾ തന്നെ 3 million square feet വെയർ ഹൗസിംഗ് ഫെസിലിറ്റി ഇന്ത്യയിൽ പല ഭാഗത്തായിട്ടുണ്ട്. അവരുടെ പ്ലാനിങ് ഈസ് ടു ഇംപ്രൂവ് ഇറ്റ് ടു 20 million square feet. ഇത് ഒരേ ഒരു സർവീസ് പ്രൊവൈഡറാണ് അദാനി. അതുപോലെ പലരും ഇന്ത്യയിൽ ഈ ആക്ടിവിറ്റി തുടങ്ങുന്നുണ്ട്. ഇതിൽ നിന്നും നിങ്ങൾക്ക് വെയർ ഹൗസിംഗ് എന്ന് പറഞ്ഞ ആക്ടിവിറ്റിയുടെ വ്യാപ്തിയും അതിലുള്ള സ്കോപ്പും മനസ്സിലാവും. ധാരാളം ജോലി കിട്ടാനും ജോലിയിൽ പ്രൊമോഷൻസ് കിട്ടി ഇംപ്രൂവ് ചെയ്ത് പോകാനും എല്ലാം ചാൻസുള്ള ഒരു ഇൻഡസ്ട്രി വെർട്ടിക്കലാണ്. അതുകൊണ്ട് ഏതൊരു ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിൻ സ്റ്റുഡൻറ്റിനും ധൈര്യമായിട്ട് എടുക്കാവുന്നൊരു ജോലിയാണ് വെയർ ഹൗസിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്.